വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമായിട്ട് കർഷക ദിനാശംസകൾ നേരുകയാണ്. ചിങ്ങം 1 എന്ന് പറയുമ്പോൾ മലയാളികളൊക്കെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ചിങ്ങമാസം എന്നൊക്കെ പറയുന്ന സമയത്ത് കേരളത്തിൽ ജനിച്ച മലയാളികളായ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓർമ്മകളിലേക്കൊക്കെ വരുന്നത് ഒരു കാർഷിക സംസ്കാരത്തെ കുറിച്ച് ഓർമ്മകളാണ്. പച്ചപ്പും വയലേലുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തെ കുറിച്ചാണ്. ഞാൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത്, നമ്മൾ കേരളത്തെ കുറിച്ച് ആദ്യം ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് പച്ചപ്പും ഹരിതാഭയും നെൽവയലുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു നാട് എന്നതാണ്. നമ്മുടെയൊക്കെ ഒരുപാട് പുഴകളും തോടുകളും മലകളും കുന്നുകളും കൃഷിയും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു നാട്. നമുക്ക് കേരളത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, അല്ലെങ്കിൽ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓർമ്മകൾ അത് തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാർഷിക ദിനത്തിൽ, നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട, നമ്മളൊക്കെ സ്വയം വിമർശന വിധേയമാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ കർഷക ദിനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മലയാളിയുടെ ഭക്ഷണം ചോറാണ്, അരിഭക്ഷണമാണ്. 1980 അല്ലെങ്കിൽ 75 നടന്നൊരു സർവേ പ്രകാരം കേരളത്തിൽ ഏകദേശം 3.72 ലക്ഷം ഹെക്ടർ സ്ഥലം നെൽവയലുകളായി കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ കാലം ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോഴും, നമ്മുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുമ്പോഴും, കാർഷിക സംസ്കാരത്തെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ നിരന്തരമായി നമ്മൾ പങ്കുവെക്കുന്ന ഈ കാലത്തും പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെയൊക്കെ സ്വാർത്ഥതകൾ കൊണ്ട് നമ്മുടെ നെൽവയലുകളിൽ ഭൂരിപക്ഷവും ഇന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കൃഷിയോഗ്യമല്ലാതെ ആയിരിക്കുകയാണ്. കേവലം 2 ലക്ഷം ഹെക്ടറിൽ താഴെ മാത്രം നെൽവയലുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. മണ്ണിൽ അധ്വാനിച്ചിരുന്ന, സ്വന്തം ആവശ്യത്തിന് കിഴങ്ങുവർഗ്ഗങ്ങളായും പച്ചക്കറികളായും നെല്ലായും തേങ്ങയായും ഒക്കെ ഉൽപാദനം നടത്തിയിരുന്ന മലയാളിയുടെ കൃഷിഭൂമികൾ ഇന്ന് പലതും തരിശായി കിടക്കുകയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ കൃഷിഭൂമികളൊക്കെ തരിശായി കിടക്കുമ്പോൾ നമ്മളൊന്നും സ്വന്തം ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും നെല്ലും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വാണിജ്യാടിസ്ഥാനത്തിൽ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ കൃഷി ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഭൂരിപക്ഷവും മനുഷ്യ ശരീരത്തിന്, മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള വിഷാംശം കലർന്ന കീടനാശിനികളാണ്. അത് കേടായി പോവാതിരിക്കാനും ആ കൃഷി ഓരോ ഘട്ടത്തിലും നശിച്ചു പോവാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ ജീവനും ശരീരത്തിനുമൊക്കെ അപകടകരമാവുന്ന തരത്തിലുള്ള വിഷാംശങ്ങൾ ആ പച്ചക്കറികളും പഴങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലും ഒക്കെ ഉണ്ട്. നമുക്കൊരു പക്ഷേ നിസ്സാരം തോന്നിയേക്കാം. ഒരു പ്രസംഗങ്ങളിലോ നമ്മൾ കാണുന്ന സെമിനാറുകളിലോ പുസ്തകങ്ങളിലോ എഴുതി വയ്ക്കപ്പെടുന്ന വാചകങ്ങൾ മാത്രമായി നമ്മുടെ പച്ചക്കറികളിലെയും നമ്മുടെ പഴവർഗ്ഗങ്ങളിലെയും കിഴങ്ങ് വർഗ്ഗങ്ങളിലെയും വിഷാംശത്തെ കുറിച്ച് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമോ, നമ്മുടെയൊക്കെ അലംഭാവമോ, നമ്മുടെയൊക്കെ തിരക്ക് കൊണ്ടോ നമ്മൾ കാട്ടുന്ന ക്രൂരത നമ്മളോട് മാത്രമല്ല, ഇവിടെ ജനിച്ചു വീഴാനിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും നമ്മൾ കാണിക്കുന്നത് വലിയ ക്രൂരതയായി പോവുകയും മാറുകയാണ്. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുഞ്ഞു പ്രായത്തിൽ അവരിലേക്ക് എത്തുന്നത് നമുക്ക് പോലും ചിലപ്പോ പേരറിയാത്ത, നമുക്ക് പോലും കേട്ടുകേൾവിയില്ലാത്ത മാരകമായ രോഗങ്ങളാണ്. അത്തരം രോഗങ്ങൾക്ക് എന്താണ് കാരണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ വന്ന വലിയ മാറ്റമാണ്. അങ്ങനെ കാർഷിക സംസ്കാരത്തിൽ മാറ്റം വരാൻ പലതരത്തിലുള്ള കാരണങ്ങൾ എല്ലാ കാലത്തും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്,
കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പിന്തുണ കിട്ടാത്തത് വലിയൊരു പ്രയാസമായി എല്ലാ കാലത്തുമുണ്ട്. അതുപോലെ തന്നെ വളങ്ങൾക്ക് കർഷകരെ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ട ഓരോ ഘടകങ്ങൾക്കുമുള്ള വിലവർദ്ധനവ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വന്യജീവി ആക്രമണം, കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ പല കാലങ്ങളിൽ പല കാരണങ്ങളായി നമ്മുടെ കൃഷി സംസ്കാരം ഇല്ലാതാവാൻ കാരണമായി മാറിയിട്ടുണ്ട്. ആ വെല്ലുവിളികളൊക്കെ നമുക്കറിയാവുന്നതും നമുക്ക് പറയാവുന്നതും ഒക്കെ ആണെങ്കിലും കൃഷി ഒരു മോശമാണ്, ചെളിയും മണ്ണും അഴുക്കും ഒക്കെയായി വാരിൽ നിന്ന് കയറി വരുമ്പോ, കൃഷിഭൂമിയിൽ നിന്ന് കയറി വരുമ്പോ, അങ്ങനെ കയറി വരുന്ന കർഷകരെ എവിടെയൊക്കെയോ നമ്മൾ മോശക്കാരായി ചിത്രീകരിച്ചതിന്റെ കൂടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മോശ പ്രവണതകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ കാർഷിക ദിനത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നേരെ കൂടി ഒരു ചൂണ്ടുകൽ ചൂണ്ടിയിട്ടാണ് ഞാൻ ഈ വേദിയിൽ സംസാരിക്കുന്നത്. നമുക്ക് പുതിയ തലമുറയെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞുമക്കളെ കൃഷി ഒരു പാഷനായി കാണാൻ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. അവർ പഠിക്കുന്നതോടൊപ്പം അവർ നല്ല വിദ്യാഭ്യാസം ആർജിക്കട്ടെ, അവരേറ്റവും മിടുക്കന്മാരായി വളരട്ടെ. പക്ഷെ നമ്മുടെ കർഷകരും നമ്മുടെ കാർഷിക സംസ്കാരവും ഒക്കെ അതിനൊരു മഹത്വം ഉണ്ടായിരുന്നു എന്നും ആ മഹത്വം ഉള്ളത് കൊണ്ടാണ് പഴയ തലമുറയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ കടന്നുപോയതെന്നും വലിയ ഹോസ്പിറ്റൽ ബില്ലില്ലാതെ ഒരു കുടുംബത്തിന്റെയും നടുവൊടിയാതിരിക്കാൻ കാരണം നമ്മൾ സ്വയം വീടുകളിൽ ഉത്പാദിപ്പിച്ച, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വീടുകളിൽ കണ്ടെത്തിയിരുന്ന കാർഷിക വിളകളായിരുന്നെന്ന് അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയല്ല. നമ്മുടെ വീട്ടിലെ ചെറിയ സ്ഥലത്ത് നമുക്ക് എത്ര സമയമില്ലെങ്കിലും നമുക്ക് ആവശ്യമായ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവല്ലോ, പച്ചക്കറിയും മുളകും തക്കാളിയും മുളകും ഒക്കെ ഉൾപ്പെടുന്ന, വഴുതനയൊക്കെ ഉൾപ്പെടുന്ന, വെണ്ടയും ഒക്കെ ചീരയും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അതിന് വിത്ത് കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മക്കളെ കൂടി അതിന് കൂട്ടി അവിടെ വൃത്തിയാക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ, വിത്തിടുമ്പോ അതിലൊന്ന് സഹായിക്കാൻ, ദിവസവും നമ്മൾ നനയ്ക്കുമ്പോൾ അതിന്റെ ഭാഗമായി അവരെ കൂടെ ചേർത്ത് വിളിച്ചുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണ്, ഇതൊരു പ്രൗഢാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളാണ്, അതൊരു അഭിമാനമുള്ള കാര്യമാണ് എന്ന് അവർക്കൊരു വിശ്വാസം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ മാറ്റങ്ങൾ നമ്മുടെ ആശുപത്രിയിലേക്കുള്ള യാത്രകൾ വെട്ടിച്ചുരുക്കും. വലിയ മാരകരോഗങ്ങളില്ലാതെ നമുക്കൊരു സാമൂഹ്യമായ ഒരു സംസ്കാരം ഉണ്ടാവും. വലിയ ഹോസ്പിറ്റലുകൾ ബില്ലുകൾ വരാതെ നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കും. അതിനേക്കൂടൊക്കെ അപ്പുറത്ത് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കുണ്ടാവും. ആ കുഞ്ഞുകുട്ടികൾക്ക് ആരോഗ്യവും നല്ല മനസ്സും ഉണ്ടാവുമ്പോൾ, നല്ല ചിന്തകൾ ഉണ്ടാവുമ്പോൾ ശോഭനമായ ഒരു ഭാവി നമ്മുടെ നാട്ടിലുണ്ടാവും. നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനം നമ്മുടെ ജീവിതം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും തിരിച്ചറിയണം, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമുക്ക് ഇന്നലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ചിഹ്നം ഒന്നിന് നമുക്ക് എല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ കർഷകരെ ഒരു കേവലം ഈ ചിഹ്നം ഒന്ന് കേവലം ഒരു കർഷക ദിനമായി ആദരിച്ച് കടന്നു പോവാതെ ഇവിടെ ഒത്തുകൂടാനുള്ള ഒരു വേദിയും ഒരു പരിപാടിയുമായി മാത്രം മാറാതെ ഈ കർഷക ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമുക്കാവുന്ന തരത്തിൽ ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ച്, നമ്മുടെ വീട്ടിലെ മണ്ണിന് യോജിച്ചതനുസരിച്ച് എന്തെങ്കിലും ഒരു നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളും അത്യാവശ്യം ചില കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ ഞങ്ങളൊന്ന് ഒരുമിച്ചിറങ്ങുമെന്ന് പറയാൻ നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൽ തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്ന, അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം നിർണ്ണയിക്കപ്പെടുന്ന ദിവസമായി ഈ ചിഹ്നം ഒന്ന് മാറട്ടെ.
ഈ കർഷക ദിനം മാറട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നിവിടെ പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ മണ്ണിനെയും മനസ്സിനെയും ഒക്കെ ഈ കാലം അത്രയും കാത്തു സൂക്ഷിക്കുന്ന, നമ്മുടെ നാടിന്റെ പച്ചപ്പ് കാത്തു സൂക്ഷിക്കുന്ന, ഈ നാടിന്റെ കാർഷിക വൈവിധ്യവും കാർഷിക സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കർഷകർ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് പേർക്ക് മാതൃകയാവാൻ നിങ്ങളുടെയൊക്കെ ഈ ജീവിതകാലത്തെ കർമ്മപാത കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കർഷക ദിനം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങ് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ്.